ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് എ ടു ലൈഫ് ആൻഡ് മൈസെൽഫ് അമ്മു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ലൈറ്റ്സിൻ്റെ പാർട്ട് 3 ആയിട്ടുള്ള ലൈറ്റ്സ് അറ്റ് CSI ചർച്ച് കഴക്കൂട്ടമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ നിറയെ സ്റ്റാർസൊക്കെ ഉണ്ട്. സ്റ്റാർസ് എന്ന് പറയുമ്പോൾ നമ്മളെ നൈറ്റ് സ്കൈയിൽ എങ്ങനെയാണോ സ്റ്റാർസ് ഇങ്ങനെ തിളങ്ങുന്നത് അതേ ഒരു ഫീലാണ്. പ്രത്യേകിച്ച് ആ പള്ളിയുടെ മുകളിലൊക്കെ എന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ്, എക്സാക്ട് കോപ്പി പോലെ ഉണ്ട്. നല്ല രസമായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സൂര്യയ്ക്കുമൊക്കെ ഇഷ്ടമായി. പിന്നെ ചേച്ചി ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഞങ്ങൾ നൈറ്റ് റൈഡായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്, ഞാനും ചേച്ചിയും കുഞ്ഞും പിന്നെ അതുപോലെ ചേട്ടനും കുഞ്ഞുണ്ണി ചേട്ടൻ, അതുപോലെ തന്നെ അരുണ്. അപ്പോൾ ഈ രണ്ടുപേരും എപ്പോഴുള്ള ചങ്ക് ബ്രോസാണ് കേട്ടോ. എവിടെ പോയാലും വലിപോലെ കാണും. വലിപോലെ കാണുമെന്നല്ല, ഞാൻ പറഞ്ഞ അവിടെ എൻ്റെ കൂടെ വരും. കാരണം ഞാൻ തന്നെ വിളിക്കുക, എനിക്ക് കാരണം ഇവരില്ലെങ്കിൽ ഒരു രസമില്ല. അപ്പോൾ ഇവരെയും കൂടെ കൊണ്ടുപോകാൻ എനിക്കെപ്പോഴും ഇഷ്ടം. അപ്പോൾ അങ്ങനെ അവർ വരും. അപ്പോൾ അവരുടെ ഇപ്രാവശ്യം പോയത്. അങ്ങനെ പോയ സമയത്ത് ഞങ്ങളിങ്ങനെ അവിടെ ചെന്ന് അകത്തേക്കൊക്കെ കയറിയപ്പോൾ പൊന്നു പറഞ്ഞു, അയ്യോ ഇതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഞാൻ വിചാരിച്ചു ഈ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഈ സ്റ്റാർസ് കാണുന്നതേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത് എന്നാ പൊന്നു പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ട്, അതിൻ്റെ അകത്ത് പുൽക്കൂടൊക്കെ ദാണ്ട് ഇതുപോലെ പുൽക്കൂടൊക്കെ പല രീതിയിലുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പുൽക്കൂടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോന്നും പല രീതിയാണ്. ചിലത് കണ്ട ലൈറ്റ് കൊണ്ടാണ് ചിലത് എടുത്ത് കാണിക്കുന്നതെങ്കിൽ ചിലത് ചിലപ്പം വലിപ്പത്തിലായിരിക്കും, ചിലപ്പോൾ പൊസിഷനിലായിരിക്കും. എല്ലാം ഒന്നിനൊന്ന് മെച്ചമെന്ന് പറയും പോലെയായിരുന്നു അവിടെ ഓരോന്നും നിർമ്മിച്ചൊക്കെ വച്ചിരുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക, കുഞ്ഞുണ്ണി ചേട്ടനും അരുണും ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഒന്നും എടുക്കല്ലേന്ന്. പക്ഷെ എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഒപ്പിച്ചു. ആ കറുത്ത ഷർട്ടാണ് കുഞ്ഞുണ്ണി, അതുപോലെ വൈറ്റ് നമ്മുടെ അരുണുമാണ്. എന്നിട്ട് പിന്നെ ചേച്ചിയുടെ കയ്യിൽ കുഞ്ഞിതാ നല്ല ഹാപ്പിയാണ്. അവളെൻ്റെ കൈ വരണമെന്നൊന്നും പറഞ്ഞേയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല സൗകര്യമായിരുന്നു. പിന്നെ ഇങ്ങനെ പോയ സമയത്ത് ഇപ്രാവശ്യം എന്തോ ടണൽ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊന്നും അത് ഉള്ളതായിട്ട് എനിക്കൊരു ഓർമ്മയില്ല. ഞങ്ങളിന്ന് ചെന്ന സമയത്ത് അവിടെ നിറയെ ഫോട്ടോ എടുക്കാനുള്ള സ്പേസും ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരക്ക് കാരണം ചിലപ്പോൾ ഒരാൾ നിൽക്കുകയായിരിക്കും, അപ്പോൾ ചിലപ്പോൾ നമുക്ക് കയറി നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെയെങ്കിലും ഞങ്ങൾക്ക് പറ്റുന്ന ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇരുട്ടുള്ള ടണലിൽ കൂടെ പുറത്ത് വന്നിട്ട് പുറത്തൊന്നല്ല, അടുത്തൊരു സ്പേസിലേക്കാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും എന്താണ്ട് നിറയെ സ്റ്റാർസും അതുപോലെ തന്നെ വെള്ളച്ചാട്ടം പോലെ ഒരു സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ലൈവായിട്ടുള്ള നമ്മളെ ആടൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നപ്പോഴാണ് കുഞ്ഞുണ്ണി ചേട്ടൻ പറഞ്ഞു, അരുതെൻ്റെ വീഡിയോ എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നൈസ് അങ്ങ് മുങ്ങുന്നുണ്ട്. രണ്ടുപേർക്കും അങ്ങനെ മുഖം കാണിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല. പിന്നെ ഇങ്ങനെ നമ്മൾ ലൈറ്റ്സൊക്കെ കണ്ടു ഹാപ്പി ആയിരുന്നു. അതായിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം സാധാരണ വരണേക്കാട്ടി എന്തോ ഇപ്പോൾ പൊന്നുള്ളതുകൊണ്ടായിരിക്കും ഇത്തിക്കൂടി ഒരു എനർജി കൂടുതലായിരുന്നു, അതുപോലെ ഹാപ്പിനെസ് കൂടുതലായിരുന്നു. എന്നിട്ട് വന്ന് നമ്മൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു. ലാസ്റ്റ് പോകാൻ നേരമായപ്പോൾ നല്ല DJയും സ്മോഗ് പോലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് നിന്നിട്ട് കുട്ടീനെ അടുത്ത് കൊണ്ട് ചെന്നാലേ അവിടെ സ്മോഗൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഇനി അലർജി പോലെ അങ്ങനെ എന്തെങ്കിലും വരുമോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം പോയില്ല. എന്നിട്ട് അവരുടെ അടുത്ത് സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നു. ആരുൻ്റെ അടുത്ത് കുഞ്ഞുണ്ണിയുടെ അടുത്ത് സങ്കടം പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ അയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ച പക്ഷേ ഞാൻ പോയി ചെന്ന് കൃത്യം അവിടെ എത്തിയതും അതാ നിന്ന് കൃത്യം നോക്കിക്കോണം. അതാ കൃത്യം അവിടെ ചെന്ന് നിന്ന് എൻ്റെ കുട്ടി മുകളിലേക്ക് നോക്കുന്നുണ്ട് പാവം. അതവിടെ നിന്ന് തീർന്നു എന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിയുടെ സങ്കടമൊക്കെ പറഞ്ഞിട്ട് നേരെ ബീച്ചിൽ പോയി. അവിടെ പിന്നെ ദൂരോട്ടായിരുന്നു ലൈറ്റ്സ്, അങ്ങ് വരെ നടക്കാത്തതുകൊണ്ട് പിന്നെ പോയില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.